പയ്യന് വെറും 12 വയസ്സേ പ്രായമുള്ളൂ. പക്ഷേ ഇവൻ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഇവൻ എല്ലാ ഞായറാഴ്ചയും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ ഇറങ്ങി പയ്യൻ നടന്ന് അടുത്തുള്ള ഏറ്റവും തിരക്കുള്ള ടൗണിൽ അവൻ അവിടെ വന്നിരിക്കും. എന്നിട്ട് അവിടെ ഒരു ബോർഡ് എഴുതി വെക്കും, ഫോർ ഇമോഷണൽ അഡ്വൈസ് $2. അപ്പോൾ അതിൽ കൂടി പാസ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ നോക്കി ഇവനെ കളിയാക്കി ചിരിക്കും. ഈ ഒരു ചെറിയ പ്രായത്തിൽ അഡ്വൈസ് കൊടുക്കാനോ എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കി ചിരിക്കും. പക്ഷേ ഇവനത് മൈൻഡ് ചെയ്യില്ല. ഇവൻ അങ്ങനെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വന്ന് കുറച്ച് നേരം ഇരിക്കും, പിന്നെ പോവും, പിന്നെ വരും, പിന്നെ പോവും. അങ്ങനെ ഓരോ ദിവസവും ഇവൻ ഏൺ ചെയ്യുന്നത് മിനിമം $50 ആണ്. ഇവന് അഡ്വൈസ് കൊടുത്തിട്ടല്ലോട്ട് ഇവൻ ഏൺ ചെയ്യുന്നത്. നേരെ മറിച്ച് അവിടെ വരുന്ന ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളെ ഇവനിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസവും. ആ ഒരു ആശ്വാസത്തിൽ നിന്ന് ഇവനൊരു ഏണിങ് കണ്ടെത്തുകയാണ്. ശരിക്കും അവനൊരു സർവീസ് അവിടെ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ഏണിങ്സ് എടുക്കുകയാണ്. ഇതുപോലെ ആയിരിക്കണം ബിസിനസ് ഓണേഴ്സ്. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റും സർവീസും സമൂഹത്തിന് ഒരു സർവീസായിട്ട് മാറണം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വലിയ വലിയ ടോപ്പ് കമ്പനീസ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെ കാണാം, ഇവിടെ നിന്നൊരാളെ എളുപ്പത്തിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ആളുകളുടെ കണക്ടിവിറ്റി ബെറ്റർ ആക്കാൻ ഞങ്ങൾ സഹായിക്കും. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വിഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ അത് യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതല്ല, നേരെ മറിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും നിങ്ങൾക്ക് സൊസൈറ്റിക്ക് ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയോട് കൊടുക്കാൻ കഴിഞ്ഞാൽ, ഒരു ഹെൽപ്പിംഗ് ഹാൻഡായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലയൻസ് നിങ്ങളെ ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട.